ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ആദ്യം വന്നിട്ട് ഇങ്ങനെ മഫ്ത ചുറ്റിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റി കേട്ടോ. എൻ്റെ ഉമ്മയും മോനുമാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. മോള് ഡാൻസ് കളിക്കുകയാണ്, അനിയത്തി അവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും മാറ്റിയിട്ട് നേരത്തെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. സമൂന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. സുബൈദ ഷെരീഫ് ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫാമിലി തന്നെയാണ്. ആദ്യം തന്നെ എല്ലാവരും ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ കുടിച്ചില്ല. മധുരം പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചേരില്ല. ഇത് എൻ്റെ മൂത്ത മാമനാണ്. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന ആളെ മോനാണ് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് വീഡിയോ ആണെന്ന്. ഇതൊക്കെ എൻ്റെ മാമൻ്റെ കുട്ടികളാണ്. അവർക്ക് റീൽസ് എടുക്കാനൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഫിൽറ്റർ ഇല്ലാതെ എടുത്താലോ എന്നുള്ളൊരു പേടിയിലാണ് അവർ അധികം വീഡിയോസിന് നിൽക്കാത്തത്. അപ്പോൾ ഒക്കെ മാമൻ്റെ കുട്ടികളാണ്. ഇത് ബ്രൈഡ് ഡ്രസ്സും കോസ്റ്റ്യൂമും അതായത് മേക്കപ്പ് എല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മായിയുടെ അനിയത്തിയാണ്. ആ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും വന്നത്. ഇതെൻ്റെ ഉമ്മാക്ക് ആകെപ്പാടുള്ള ഒരു അമ്മായിയാണ് കേട്ടോ ആ കണ്ടത്. ഇതൊക്കെ എൻ്റെ കുടുംബക്കാരാണ്, മാമൻ്റെ ഭാര്യമാർ, അങ്ങനെ എല്ലാവരും. പിന്നെ ഈ വൈറ്റ് ഡ്രസ്സ് അതെൻ്റെ ചെറിയ അമ്മായിയാണ്. എന്ത് ഡ്രസ്സ് ഇട്ടാലും ആൾ സുന്ദരിയാണ് കേട്ടോ. ഈ വൈറ്റ് കളറിലുള്ള ഡ്രസ്സൊക്കെ അവരുടെ ഫാമിലിയിൽ പെട്ടത് തന്നെയാണ്. അങ്ങനെ ബ്രൈഡിനെയൊക്കെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഏറ്റവും ചെറിയ അമ്മായി പുറത്ത് നിന്ന് കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ശരി, അവരെയും കൂടെ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ മാമൻ്റെ കുട്ടികളാണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടി മറിയാണ്. സമു ഇത് എൻ്റെ മാമൻ്റെ മോളുടെ മോളാണ്. അവൾ കരയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതോടെ ഭയങ്കര തിരക്കായിരുന്നു. അതെൻ്റെ മേമയാണ് വൈറ്റ്. ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടായിരുന്നു പിന്നെ അങ്ങനെ കഴിച്ചത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരുപാട് ബിരിയാണി മസാല ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഫുഡ് അടിപൊളിയായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റാത്ത എൻ്റെ കുഴപ്പമായിരുന്നു അത്. ആ മറച്ച് നിൽക്കുന്ന വൈറ്റ് എൻ്റെ മാമൻ്റെ മോളാണ്, മുഖം മറച്ച് നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ക്യാമറയും കൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അവളെ നോട്ട് ചെയ്തത്. അപ്പോൾ ശരി, എത്ര നേരം അവൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ടേ ഇരിക്കരുത് കേട്ടോ. അവൾ നോക്കി അവളുടെ ഉമ്മയും അനീതിയും ചിരിക്കുകയാണ്. പിന്നെ അവൾ ആ തുണി അങ്ങോട്ട് മാറ്റി. ഇതെൻ്റെ ഉമ്മാൻ്റെ അപ്പോഴേപ്പാട് ആകപ്പാടെയുള്ളൊരു അമ്മായിയാണ്. സമൂ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളി ബിരിയാണിയും ചില്ലി ഒക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ മോനുണ്ട്, മോള് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും ഞാൻ എവിടെയെങ്കിലും പോയാൽ വാരി കൊടുക്കേണ്ട ഒറ്റ കാര്യമില്ല. പിന്നെ കൂടുമ്പോൾ ഇമ്പം എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഫാമിലി. കൂടിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആർക്കും വീട്ടിൽ പോകണമെന്നോ ഒന്നും ചിന്തയുണ്ടാവില്ല. ഭയങ്കര സ്നേഹമാണ് എല്ലാവരും തന്നെ. മണിക്കൂറുകളായാലും അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസപ്ഷന് റെഡി ആയി കഴിഞ്ഞിട്ട് ഇതെൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സാണ്. ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ചീത്ത ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഡ്രസ്സാണ്. കാരണം അത്യാവശ്യം എൻ്റെ ഒരു മാസത്തെ സാലറി തന്നെ ഉണ്ടായിരുന്നു ഈ ഡ്രസ്സിന്. അത്യാവശ്യം നല്ല കണക്കിന് ചിലവായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു സ്കൈ ബ്ലൂ. അത് കാരണം ഫേവറേറ്റ് ആകുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ചിലവാക്കി എടുക്കാമെന്നുള്ള രീതിയിൽ എടുത്തതായിരുന്നു. എങ്കിലും ഇത്ര വിചാരിച്ചില്ല. ഫൈനലി അതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം. വീട്ടിൽ എല്ലാ കുടുംബക്കാരും ഉണ്ട് കേട്ടോ. മാമൻ്റെ ഭാര്യമാരും മക്കളും മാമന്മാരും അങ്ങനെ എല്ലാവരും ഉണ്ട്. കുറച്ച് കാലത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് കൂടിയ ഒരു ഫങ്ഷനായിരുന്നു ഈ കല്യാണം. അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും. ഇതെൻ്റെ മാമൻ്റെ വീടാണ്. ഞങ്ങളവിടെ റിസപ്ഷന് പോകുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരി പോവാം, ബസ്സിൻ്റെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടന്നു. അപ്പോൾ ഇത് വെണ്ണക്കരയാണ് സ്ഥലം. പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ബാറ്ററി ലോ, ഫോണിൻ്റെ ബാറ്ററിയിൽ എൻ്റെ ബാറ്ററി ലോ ആയപ്പോൾ ഞാൻ എടുത്തില്ല. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.